ആരാ നീ? എടി പെണ്ണെ, നിന്നെ ഞാൻ കണ്ടു. നീ ആ തോട്ടക്കാലി പെണ്ണിന്റെ ചേച്ചിയല്ലേ? എണീക്ക്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എടി പെണ്ണെ, നിന്നോടാ പറഞ്ഞ പുറത്തു വരാൻ. ഇങ്ങനെ പറഞ്ഞ അവള് കേക്കില്ല. എടി പെണ്ണെ, നീ ഒന്ന് പുറത്തേക്ക് വാ. എന്താ നീ ചെയ്യുന്ന പ്രീത? ഇനി പിടിക്കപ്പെട്ടാലോ? ഈ ആളുകളെ പിന്നെ കൊല്ലുകയുള്ളൂ. ആദ്യം പറഞ്ഞ നീ ആ കിരൺ തന്നെ കൊല്ലും. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്റെ ബ്ലാ ബ്ലാ പവർ ആൻഡ് ഓൾ ദാറ്റ്. ഇല്ല, എനിക്ക് ആരുടെ ഒന്നും കേൾക്കണ്ട. ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. കൊല്ലാനായേ ഒരു തെളിവുപോലും അവശേഷിക്കരുത്. അതെ, കൊല്ലടാ. ഇവിടെ കൊല്ലാനാ പറഞ്ഞത്. കൊല്ലില്ല എന്നാ ഞാൻ കൊന്നു. എന്തായി കാണിക്കുന്നത്? തനിക്ക് ഭ്രാന്താണോ? ഇത്രയും ചെറിയ ഗുണ്ടായിട്ട് കൈ കൊടുക്കാണോ താൻ? അതും ഇത്രയ്ക്കും വലിയ ഡയമണ്ട് കള്ളൻ. നീ ഇവനോട്ട് പാർട്ണർഷിപ്പ് കൂടാണോ? ഇവന് ഡയമണ്ട് കൊടുക്കോ? നീ നോക്ക്, നിന്റെ തോക്കില് കൈവച്ചിരിക്കേ ഇവൻ. നിന്റെ ഗണ്ണില് ഇവൻ നിന്നെ തന്നെ വെടിവെച്ചാലോ? നോക്കങ്ങോട്ട്. എടോ വലതും പറയോ? ഇവൻ പറയുന്ന കറക്റ്റ് ആണല്ലോ. എന്റെ കണ്ണിൽ നീ കൈവച്ചിരിക്കല്ലേ? കൈയെടുക്ക്. എടാ, കൈയെടുക്കാൻ. എടുക്കടാ. നിനക്കറിയോ ഞാൻ ആരാണെന്ന്? ഒരു ഉണ്ട കൊണ്ട് തന്നെ ഇവനെ തുണ്ടമാക്കാൻ പറ്റുമോ എനിക്ക്? എടുക്ക, കൈയെടുക്കടാ. വട്ടായോ നിനക്ക്? ഇവനെ കൊല്ലണോ അതോ വേണ്ടയോ? എന്നാ പിന്നെ ചെയ്തോ. എന്നാ കണ്ടോ. ഇപ്പൊ നീ എന്നോടൊരു കാര്യം പറ. നിങ്ങൾ ഈ പോലീസുകാരുണ്ടല്ലോ, സ്വയം എന്താ കരുതുന്നത്? നിനക്കെന്താ തോന്നുന്നത്? നീയൊക്കെ പോലീസിൽ ജോലി നോക്കുന്നുണ്ട്. നിനക്ക് ആളുകളെ എന്ത് പേരിട്ട് വിളിക്കാന്നാണോ? ചിലരെ ചിങ്കൂന്ന് വിളിക്കും, ചിലരെ മിങ്കൂന്ന് വിളിക്കും, ചിലരെ ടിങ്കൂന്ന് വിളിക്കും. ഇവൻ എന്താണോ വിളിക്കുന്നത്? ഷേരു എന്നാണോ വിളിക്കുന്നത്? എന്റെ പേര് സേതു. പേര് കൊള്ളില്ല, പോയി മാറ്റാൻ നോക്കാം. ശരി. എന്ത് ശരി പറ. പേര് നല്ലതാണ്, മാറ്റാൻ പറ്റില്ല എന്ന് പറ. ഏയ്, അവനൊരു പ്രശ്നമില്ലെങ്കിൽ നിനക്കെന്താണ് പ്രോബ്ലം? അതെല്ലാം വിട്. എന്നിട്ട് ഇവനെ കോൺസെൻട്രേറ്റ് ചെയ്യ്. അതെ ചേട്ടാ, അവിടെ ആ പെണ്ണ് എന്റെ പേരിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇവരും പറയാൻ തുടങ്ങി. ആദ്യം നീ മിണ്ടായിരിക്കേ. എല്ലാവരോടും ഷട്ടപ്പ് ഷട്ടപ്പ് എന്ന് പറയുന്നേ. ഇനി ഇവിടെ ആരും മിണ്ടാൻ പോകുന്നില്ല. മിണ്ടുന്നുണ്ടെങ്കിൽ ഈ വില്ലൻ മാത്രമായിരിക്കും വില്ലൻ. നീ ദൈവമേ, ഇനി എന്തു പറയും? പറയാനുള്ള ഡയലോഗ് എല്ലാം തീർന്നല്ലോ. എടോ പറയണോ? എടോ പറയാൻ. ഇതുവരെ സമീറിന്ന് ഒരു സിഗ്നലും ലഭിച്ചില്ലല്ലോ. അവന്റെ സിഗ്നൽ ലഭിക്കുന്നവരെ അവൻ സൃഷ്ടിയെ കൂട്ടി പുറത്തു കിടന്നൊന്നും ചിന്തിക്കാനേ കഴിയില്ല. അതുവരെ ഈ നാടകം തുടർന്നേ പറ്റൂ. പക്ഷെ ഇവിടെ ഇനിയിപ്പോ എന്താ പറയാ? ആക്ച്വലി ഒന്നും വരുന്നില്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പറയടാ, പറയേ. എന്താ പറയാൻ പോകുന്നേ? നീ നിന്റെ ആ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നല്ലേ പടപടാന്ന് ഇങ്ങനെ പറയാൻ പഠിച്ചത്? അല്ല, ഈ കൊള്ളക്കാരി ആരാ? ഓയ്, ബഹുമാനത്തോടെ സംസാരിക്കടാ. അതെ, നോക്കടാ ഇൻസ്പെക്ടറെ, ഞാൻ മര്യാദക്കല്ലേ സംസാരിക്കുന്നേ. എനിക്കായിട്ട് ഇവരോടൊന്ന് ക്ഷമിക്കേ. ഈ കൊള്ളക്കാരിയില്ലേ, അവളെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെ പഠിക്കാനാ? ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ അതിന്. ഇതിനിപ്പോ എന്താ പറയാ? സിഗ്നേച്ചർ അല്ലേ? എനിക്കിതൊന്നും പതിവുള്ള കാര്യമല്ലല്ലോ. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാലേ വിരൽ വെച്ച് അങ്ങ് കുത്താറാ പതിവ്. അതാ എന്റെ രീതി. കൊല്ലാനല്ലേ പറഞ്ഞേ? കൊല്ല്. നീ പറഞ്ഞില്ലേ ഇതിന്റെ പക്കൽ രത്നമുണ്ടെന്ന്? അതിന്റെ പകുതി എനിക്ക് തരാന്ന്. ഇവനെ കൊന്നിട്ട് വേഗം ഇവിടെ സ്ഥലമിട്. കൊല്ല്. ഇടാ കൊല്ലാൻ. നീ ആരാടാ? എന്റെ അച്ഛനാണോ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഓർഡർ ഇടാനായിട്ട്? നീ എന്താ വിചാരിച്ചേക്കുന്നേ? പതുക്കെ പറയടാ. കൊല്ലുവനെ, കൊല്ലാൻ. സ്നേഹത്തോടെ പറഞ്ഞാലേ ഞാൻ അനുസരിക്കുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഓർഡർ ഇടരുത്.
സ്നേഹത്തോടെ പറയടാ. ശരി മോനെ. മോനല്ലടാ, അച്ഛൻ. കാഞ്ചവലിക്ക് കൊല്ലുവനെ കൊല്ലു. എത്ര സ്നേഹമുള്ള പയ്യനാ നീ. സവാഷ്. കാഞ്ചി ഞാൻ തീർച്ചയായിട്ടും വലിക്കും. പക്ഷെ അത് നിന്റെ നേർക്കടാ. ഒറിജിനൽ തോക്കുണ്ട്, വെടികൊണ്ട് അറിയാലോ, ചത്തുപോകും. ഇവനെ കൊല്ലാൻ എന്താണ് നോക്കി നിൽക്കുന്നേ? വേഗം അവനെ കൊല്ലാനല്ലേ പറഞ്ഞേ? നീ സൃഷ്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവരുമല്ലേ? ഇനി അതിന്റെ കൂലി കൂടെ വാങ്ങിച്ചോ? എല്ലാം മര്യാദയോടെയും പരിശുദ്ധിയോടും കൂടി തന്നെ സൃഷ്ടി ഞങ്ങളെ തിരികെ ഏൽപ്പിക്കണം. വേഗം. വേഗം വേഗം. എന്റെ കൈ. സൃഷ്ടി, ഐ തിങ്ക് വി നീഡ് ടു ലീവ്. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകണം. സൃഷ്ടി, ഈ കെട്ടിപ്പിടുത്തൊന്ന് മതിയാക്ക്. നിനക്കറിയാലോ നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന്. ഇത് തെമ്മാടികളുടെ കൂടാരമാ. അവര് നമ്മളെ വിടില്ല. സൃഷ്ടി, ഇന്ന് നിനക്ക് എന്ത് പറ്റി? എന്താ പറ്റിയത് പെട്ടെന്ന്? എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നത്? നിനക്ക് എന്താ പ്രശ്നം? ഞാൻ തന്നെ ഹഗ് ചെയ്യുന്നതിൽ എന്താ ഇത്ര പ്രോബ്ലം? ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇൻഡിഫറന്റ്. എന്ത് ഇൻഡിഫറന്റ്? ഞാൻ ഇത്രയും വലിയൊരു അവസ്ഥയിലായിട്ട് എന്റെ ഇമോഷൻസിന് ഒരു വാല്യൂ ഇല്ലേ? ഇല്ല സൃഷ്ടി, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് നിന്റെ ഇമോഷൻസ് വളരെ വാല്യബിൾ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോണമല്ലോ. എനിക്ക് രോഹിതേട്ടനും കിരൺചേട്ടനും സിഗ്നൽ കൊടുക്കണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന്. എന്നാലേ അവർക്ക് പുറത്തു വരാനാവൂ. നോക്കി, ഇപ്പൊ തന്നെ ലേറ്റായി. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. വേഗം വേഗം. ഭക്ഷണം വാങ്ങിയോ? ആ, ഞാൻ ഭക്ഷണം വാങ്ങാനാ പോയത്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്ത് കറിയാ വാങ്ങിയേ? കിഴങ്ങേറിയ ആ, ഉരുളക്കിഴങ്ങ്. എത്ര നിന്നാലും മതിയാവില്ല അല്ലടാ. ഇവന്മാരെന്നെ ഒരുപാട് ദ്രോഹിച്ചതാ. ഇവന്മാരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. ഞാൻ സമീർ, സമീർ, ഓടിപ്പോവാൻ നോക്കുന്നോടാ നാറി. സമീർ. പോയി നിന്റെ ആളുകളോട് പറ ഞങ്ങളെ സൃഷ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാൻ. ഇപ്പൊ തന്നെ, ഇപ്പോ. എന്റെ മോന്തയ്ക്ക് നോക്കുന്ന എന്തിനാ? തോക്ക് പുറത്തെടുക്ക്. പക്ഷേ ചേട്ടാ, ഇവൻ നിങ്ങളെ തോക്കിന്റെ മുന്നിൽ. ഞാൻ എന്തോ പറഞ്ഞു അത് ചെയ്. പുറകോട്ട് മാറാൻ. പുറകോട്ട് മാറാ. മാറാ, മാറി നിൽക്കാൻ. ഡർട്ടി കൊള്ളക്കാരാ, എന്താ നീ പറഞ്ഞേ? സൃഷ്ടിയെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന. എടാ പൊയ്ക്കോ. തരില്ല നിനക്ക് പെർമിഷൻ സൃഷ്ടിയെ എവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട്. അതെന്താണെന്നോ, വളരെ കഷ്ടപ്പെട്ടിട്ടാ കയ്യിൽ കിട്ടിയത്. വളരെ കഷ്ടപ്പെടേണ്ടി വന്നു ഞങ്ങൾക്കെല്ലാം. നീ ഒരു കാര്യം ചെയ്യും, ആ സൃഷ്ടിയെ മറന്നുകളാ. വട്ടയട നിനക്ക്.
മറക്കാനാ? ആ? വട്ട എനിക്കല്ലടാ, വട്ട നിനക്കൊക്കെയാ. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ചെയ്യട്ടെ, തെളിവ് തരട്ടെ. ഏയ് പുറകോട്ട് മാറാം. എന്താ പുറകോട്ട് മാറാ, മാറാൻ. ചെയ്യടാ, ഷൂട്ട് മീ. മാറാൻ. ഏയ് മുന്നോട്ട് വരരുത്, ഞാൻ വെടിവെക്കും. വെടിവെക്കുന്ന പറഞ്ഞത്. വെക്കടാ വെടി. വെടിവെക്കും. മാറാം, ഞാൻ വെടിവെക്കും. വെടിവെക്കുമെന്ന് പറഞ്ഞ. നീ കൊല്ലുവോ? എടാ മാറാം, മാറാൻ. കൊല്ലടാ, ഷൂട്ട് ചെയ്യും. കൊല്ലടാ, ഷൂട്ട് ചെയ്യും. എടാ, കൊല്ലടാ, കൊല്ലാൻ. ഏയ് അവിടെ നിൽക്ക. ഒരടി നീ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊന്നുകളയും. നീ കൊല്ലുവോ? കൊല്ലടാ, നീ കൊല്ലടാ. നിക്കവിടെ. കൊല്ലടാ. നിക്കാനാ പറഞ്ഞടാ. എടാ ഞാൻ ചത്തേ, ഞാൻ ചത്തേ. നീ എന്നെ കൊന്നോ? എടാ കള്ള പ്രതിനായക, ഞാൻ പറഞ്ഞില്ല നിന്നോട് എനിക്കല്ല ഭ്രാന്തെന്ന്. വട്ടൻ നീയാടാ, നീയാ കിരൺ നമ്പ്യാർ. കിരൺ നമ്പ്യാർ. എടാ തെണ്ടി, നീ ഇത്രയും വലിയ ക്രിക്കറ്റർ അല്ലേ? എന്നിട്ട് നീ എങ്ങനെ ചിന്തിച്ചു ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന്? എടാ കണ്ടിട്ടുണ്ട്. എടാ ടിവിയിൽ നിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. എന്ത് മണ്ടനാടാ നീ. മണ്ടന്മാരെ, നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾ ഞങ്ങളോട് ടൈം പാസ് ചെയ്യായിരുന്നോ? എടോ, ഞങ്ങള് നിങ്ങളോട് ടൈം പാസ് ചെയ്യായിരുന്നു. എങ്ങനെ 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 എങ്ങനെ? ഞങ്ങൾ എല്ലാവരും കൂടെ കാത്തിരിക്കുക ഒരാള് വരാനായി. അതുവരെ ഇത്തിരി എന്റർടൈൻമെന്റ് ആകാന്ന് കരുതി. എടാ സില്ലി വില്ല, ഇപ്പൊ കാര്യം മനസ്സിലായോ? പാട്ട് ആര് പാടിക്കും? ആര് പാടിക്കും? ഞാൻ പാടിക്കട്ടെ. കിരൺ നമ്പ്യാർ. എന്താ സ്വാഗതം ചെയ്യുകയില്ലേ നീ ഞങ്ങളെ? ചെയ്യുമല്ലോ, ചെയ്യുമല്ലോ. ശരിക്കും ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ. എടാ ഇനി നിങ്ങളൊക്കെ എന്റെ മോന്തയിൽ അയ്യോ, നീ കാരണം എല്ലാം ഉണ്ടായത്. നിനക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ അങ്ങ് ചെയ്താ പോരായിരുന്നോ? വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ. ഞാൻ കാരണം വന്നെന്നോ? നിന്റെ തലയ്ക്ക് എന്താടാ? എല്ലാം വന്ന നീ കാരണോ? നീ ആദ്യം പ്ലാൻ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ, അതെല്ലാം കൊഴിഞ്ഞ. നീ എന്നെ ആദ്യം ബില്ലാക്കി, പിന്നെ എന്നിട്ട് പറയാനോ? പ്ലാൻ പറഞ്ഞില്ലാന്നോ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാണ്ട് ഓർന്ന് കാണിച്ചു വെച്ചിട്ട് എന്നെ മെക്കിട്ട് കയറാ. ഞാൻ കിരൺ നമ്പരായി പോയെന്ന് എന്ത് ചെയ്യാനാ? ഇവിടെ ഉള്ളവർക്ക് എന്നെ അറിയാൻ ചെയ്യാം. നിനക്കറിയില്ല ഞാൻ എത്ര പോപ്പുലർ ആണ്. മാറിക്കോ, ഓടിക്കോ. നിക്കാൻ. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട്. നീ ഈ സൈഡ് നോക്ക, ഞാൻ അപ്പുറത്തേക്ക് നോക്കാം. രണ്ടിൽ ആരെ കിട്ടിയാലും വെറുതെ വിടരുത്. ഓ മൈ ഗോഡ്, രണ്ടുപേരിൽ ഒരാളെന്നല്ലേ പറഞ്ഞ്? അതിന്റെ അർത്ഥം രോഹിത് എണ്ണം കീറണം. എന്തോ ആപത്തിൽ തന്നെയാ. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്തേലും ബുദ്ധിപൂർവ്വം ചെയ്താലേ പറ്റൂ. ഇവന്മാര് വളരെ ഡേഞ്ചറസാ. ഒരൊറ്റ തവണ എനിക്ക് സൃഷ്ടി കാണിച്ചു തരുന്നേ. ഞങ്ങൾ അവളെ കൂട്ടി അപ്പൊ തന്നെ പൊയ്ക്കോളാം. ഒന്നിങ്ങി വന്നേ, ഇത് കൊണ്ടുപോയിക്കോ. ഈ ഫുഡ് അകത്ത് കൊണ്ട് വെച്ചിട്ട് വാ, പിന്നെ കഴിക്കാം. നീ രണ്ടുപേരും ഓടിപ്പോകാതെ നോക്കണം. എന്തിനാ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്? അഴിച്ചുവിടാൻ. നീയൊക്കെ എന്നെ പിന്നെ പിടിച്ച് കെട്ടിയിട്ടു. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത് എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിട്ട്? ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ല. ഞാൻ ആരോടൊന്നും. ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കുക. എപ്പോഴും ഇങ്ങനെ. ഓ ഹലോ, എന്നോട് മര്യാദക്ക് സംസാരിക്കുന്നേ. ഈ ഗുണ്ടുകളുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്റെ അഭിമാനം പോവില്ലേ ഇവരുടെയൊക്കെ മുന്നില്? എന്ത് മര്യാദയുടെ കാര്യം നീ പറയുന്നത്? പിന്നെ നീ എന്റെ സമയം വേസ്റ്റ് ആക്കി, എന്നെ ഈ പരുവത്തിലാക്കി. ഞാൻ നിന്റെ ടൈം വേസ്റ്റ് ചെയ്തെന്നോ? ഞാൻ അങ്ങനെ എന്ത് ചെയ്തെന്നാ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്? എന്താണെന്ന്? എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഇമോഷണൽ ആയിട്ട് ഹഗ് ചെയ്യണം, ഹഗ് ചെയ്യണം, ഇന്ന് ചെയ്യണം, ഇപ്പൊ ചെയ്യണം. രക്ഷപ്പെടാനുള്ള അവസരമായിരുന്നു. എപ്പോഴും നീ വാശി പിടിക്കും. തമാശ കാണിക്കാനുള്ളതായിരുന്നു അത്. നിനക്ക് അത്രയ്ക്ക് ബോധമില്ലേ? ഇന്നത്തെ സിറ്റുവേഷൻ നീ മനസ്സിലാക്കിയില്ല. ഈ തെണ്ടുകളുടെ ഇടയിൽപ്പെടാൻ നിന്റെ ആ ഹഗ് തന്നെ കാരണം. ഗുഡ് ഗുഡ്. നീ എന്റെ ഇമോഷൻസിനെ കളിയാക്കുവോ അല്ലേ? അതെന്റെ സ്റ്റൈലാ നിന്നോട് താങ്ക് യു പറയാനുള്ള. അതിലും നീ കുറ്റം കണ്ടുപിടിക്കുക. ഇല്ല സൃഷ്ടി, ഞാൻ വഴക്കിടുന്നതല്ല. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അവസാനം നമ്മൾ ഇവിടുന്ന് കടന്നതല്ലേ? അപ്പോഴാ നിന്റെ ആ പണി. അതാണ് എല്ലാം കുണമാക്കിയത്. നീ കല്ലെടുത്ത് എറിയാനും തുടങ്ങി. ഗുഡ് മോളെ, ഗുഡ്. അയാൾ പറഞ്ഞോ വാ പെങ്ങളെ എന്നെ എറിയെന്ന്?
നീ വിളറി പിടിച്ച പോലെ അങ്ങ് എറിയുകയല്ലേ നിന്റെ ആ സ്റ്റുപ്പിഡിറ്റി കാരണം നമ്മൾ വീണ്ടും ഇവിടെ എത്തി. സ്റ്റുപ്പിഡ്. എടാ മണ്ടും ചെറുക്ക, എന്റെ സ്റ്റുപ്പിഡിറ്റി കാരണമല്ല നിന്റെ സ്റ്റുപ്പിഡിറ്റി കാരണോ പ്രശ്നം ഉണ്ടായത്. നീ എന്താ പറഞ്ഞേ? എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്നോ? നീ അതീത് പറ. നീ എന്തിനാ ആ സമയത്ത് വീണത്? നീ വീണില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാൻ വരില്ലായിരുന്നു. നമ്മളിപ്പോ ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഇല്ലെങ്കിലും ഇത്രയും വലിയ ഡ്രസ്സ് വരച്ച് കയറ്റി കൊള്ളക്കാരനായതുകൊണ്ടാ വീണത്. കൊള്ളക്കാരനായെന്ന് വെച്ചാൽ വീഴാതിരിക്കുന്ന മനുഷ്യനാണെന്ന് കരുതിയോ? ഏയ് മിണ്ടരുത്, രണ്ടുപേരും മിണ്ടരുത്. എപ്പോ തുടങ്ങിയതാ ചിലക്കാനായിട്ട്? നീ കൊള്ളക്കാരനാവുന്നോ? കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ നീ? എക്സാക്ട്ലി. സത്യമാ ഗുണ്ടച്ചേട്ടാ നിങ്ങൾ പറഞ്ഞത്. ഇവൻ കൊള്ളക്കാരൻ ഒരിക്കലും ആവില്ല. സ്വന്തമായിട്ട് കടുവയാണെന്ന വിചാരം. പക്ഷെ 1 നമ്പർ കഴിഞ്ഞു. ഓർമ്മയില്ലേ നിനക്ക്? ഈ ഗുണ്ടകൾ എന്നെ വണ്ടിയിൽ തട്ടിക്കൊണ്ട് പോകുമ്പോ വണ്ടിയുടെ അകത്തുനിന്ന് ഞാൻ സമീർ എന്നെ രക്ഷിക്കൂ, ഞാൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. ഒന്നും നീ കേട്ടില്ല. ഒന്നും കേൾക്കാത്ത പോലെ നീ അവിടെ നിന്ന് ഓടിപ്പോയി. ഒന്നും കേൾക്കാത്ത പോലെ ഓടിപ്പോയി കഴിഞ്ഞാ എന്നെ പിന്നെ രക്ഷിക്കാനല്ലോ നിനക്ക്, അല്ലേ? താങ്കി പറയേണ്ടതിന് പകരം നീ എന്നെ ബ്ലെയിം ചെയ്യുവാണോ? ഏയ് ഗുണ്ടേ, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു സഹായം ചെയ്യും, എന്നെ ഇവിടെ ദൂരേക്ക് മാറ്റി കെട്ടാവോ? എനിക്ക് ഇവിടെ അടുത്തിരിക്കണ്ട. ഓ ഹലോ, എക്സ്ക്യൂസ് മീ. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി. ഓക്കെ, ഇതും പറഞ്ഞിരുന്നോ നീ? നമ്മുടെ 2 ചേട്ടന്മാരുടെയും പ്ലാൻ സക്സസ് ആകട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പൂർണ്ണമായും പെട്ടിരിക്കുകയാണ്. ഓ ഗോഡ്.